നമുക്ക് വെട്ട് വെച്ചിട്ട് ബ്രാലാട്ടത് പിന്നെ കണ്ടാടിയിട്ടുണ്ടായി നമുക്കത് ഊരിയേക്കാം ബ്രാലിനാണ് കരിപ്പൊടി വെട്ടുണ്ട് കരിപ്പൊടിയാണ് നല്ല നാടൻ നാടല്ലേ അവനിപ്പോ അങ്ങനെ ലീവിന്റെ പ്രശ്നമൊന്നുമില്ല. അവരവിടെ താമസിക്കുന്നതല്ലേ, അവർക്ക് എന്നിട്ട് ലീവ്. അവരവിടെയുള്ള പണികൾ എടുക്കുക. എന്തേ എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യല്ലേ, വെറുതെ കാശ് എടുക്കുന്നില്ല. പണിയെടുത്ത കാശ് അവന്റെ പണി എടുത്തു കഴിഞ്ഞാ അല്ലെങ്കിൽ തേങ്ങ തരുക. നമ്മള് വെറുതെ എന്തിനു വല്ലതും പറയണേ, നമ്മളവിടെ കിടക്കണ അവിടെ അടുത്ത പണികൾ എടുക്കുക. മെയിൻ ആള് തന്നെ അവരെ കാര്യങ്ങൾ നടക്കണം. അതിന് പറ്റിയ ആളുണ്ട്, ഒരാൾ അതിന്റെ ഒരു മേൽവട്ടം. നീ പോയിട്ട് എന്നാ പയ്യനെയൊക്കെ കറന്നു കൊടുക്ക്. ഇല്ലേ പയ്യന്റെ മാടിനെയൊക്കെ നോക്കാൻ പറയും. നീ ചന്ദ്രണ്ണ വിളിച്ചറാ. ചന്ദ്രണ്ണോട് പറഞ്ഞോ അപ്പൊ വാലിയിടല. അവിടെ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോയിട്ട് വാലിയിടാം. കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ആ ശൈലേശ്വരനോട് പറയും, ചന്ദ്രണ്ണ ഞാൻ അത് കറുകിണ്ടാവില്ലടാ, പുല്ലിന്റെ കളിയല്ലേ. ഇന്നാവും വന്നില്ലേ വീശാൻ. സുരേഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ കിലോ എങ്ങനെയായിട്ട് കൊടുക്കണ്? ആ കുഴപ്പമില്ലേ, 1 കിലോ പോറണ്ടാവും. അത് മേടിച്ചാ, മീൻ മേടിച്ചാ? അതെ, ഇനി ഊരാനൊന്നുമില്ലേ കഴിഞ്ഞ്. വെല്ലുണി വേണം ഈ കണ്ണില് പോകുന്നില്ലേ. ഇതൊക്കെ ചെറു കണ്ണിയാ. അതിന് ഞായറാഴ്ച എന്നും കുർബാന എത്തിച്ചിട്ട് കാര്യമില്ല. വർഷകാലം ആകുമ്പോ പുണ്യാളെ അവിടെ നിന്ന് പോവുക മുകളിലേക്ക്. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോ വരുമ്പോ നമ്മളൊക്കെ പോരുന്ന മാതിരി ആള് നമ്മുടെ കൂടെ പോരുക. ജാതി എന്നെ കൊണ്ട് വെട്ടിച്ചു. 2 ഉയരത്തിൽ വെട്ടാൻ പറഞ്ഞിട്ട് അടിഭാവം ആൾക്ക് അടി കാണും. ഇത് എത്ര മീൻ നമ്മുടെ ആമതൊന്ന് പോയിട്ടാ. പിന്നെ ഉള്ള മീനുണ്ട് ബക്കറ്റിൽ. ബ്രാലുണ്ട്, ബ്രാലൊക്കെ ഉണ്ട്. ബ്രാലും ചാളൊക്കെ ഉണ്ട്. കരിപ്പിടിന് മൊത്തം മീൻ. അപ്പോൾ ഓക്കെ, ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ഓക്കെ.